ഡിയേഴ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് വലിയ വിശേഷമാണ് കേട്ടോ. ഇന്ന് ഹൈസുക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അവനക്ക് 4 വയസ്സായി. ആളിതവിടെ എൻ്റെ അടുത്ത് തന്നെ രാവിലെ നീച്ച് വന്നിരിക്കുകയാണ്. എന്താ എൻ്റെ കയ്യിൽ തീ കണ്ടിട്ട് അന്തം വിട്ടിങ്ങനെ ആലോചിച്ചാണ് അവന്. മാവൊക്കെ പിടിച്ച് വന്നിരിക്കുകയാണ്. അവന് പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിന് മാവൊക്കെ വാങ്ങിക്കട്ടെ. അപ്പോൾ പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പം ഞാൻ ഇവിടെ വന്ന് തീയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഉമ്മ പത്തിരി ഇതാ കുഴച്ച് പെരട്ടിയൊക്കെ തന്നിക്കണം. ഇനി ചുട്ടെടുക്കുകയാണ്. പറഞ്ഞാൽ നിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടെന്ന് പറയും. ബർത്ത്ഡേ 4 വയസ്സായി അറി. ഓ അൻ്റെ ബർത്ത്ഡേ ഓ എന്നെ കിട്ടിയ കാര്യമൊന്നും ആലോചിച്ചാൽ മതി എനിക്ക്. അല്ല ആലോചിച്ചാൽ വെക്കുന്നുണ്ട്. ഇത് വേഗം വരാനിട്ട് എത്ര പോലെ എന്നെ കഷ്ടപ്പെടുത്തി. വല്ല ബോധമുണ്ടോ സാർ? അതൊന്നും എനിക്ക് പറയാനേ പറ്റൂലേ. രാവിലെ 5 മണിക്ക് ലേബർ റൂമിൽ കയറിയിട്ട് വൈകുന്നേരം 5 മണിക്കാണ് ഈ സംഭവം ഒന്ന് വന്നത്. ലൈസിനെ എനിക്ക് അവിടുന്ന് പോരാൻ ഇഷ്ടം ഉണ്ടായിട്ടില്ല അല്ലേ? ഇഷ്ടം ഉണ്ടായിട്ടില്ല. എനിക്ക് കുമ്പിൽ തന്നെ കെടുക്കാനല്ലേ ഇഷ്ടമ്മാൻ്റെ. പിന്നെ എന്തിനാ പോന്ന്? ഈ ചൂടായി തോന്നണം. ഫസ്റ്റ് ഇതൊരു പത്തിരി ഇട്ടോക്കട്ടെ. പത്തിരിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഉമ്മയാണ് ചുട്ടത്. പിന്നെ ഉമ്മ വന്നിട്ട് ഞാനാകെ കൊളാക്കുന്നുണ്ട് പറഞ്ഞിട്ട് മുളക് കണ്ട വെള്ളം ഇല്ലായിട്ട് പിന്നെ അതിൻ്റെ അടിയിലുള്ള മണ്ണ് ഉറച്ചിക്കണം ഇട്ട അതാണ്. പിന്നെ ഒരു കുരുടിച്ച് കാണണ്ട ഇലൊക്കെ ചുരുണ്ട് പോണ്. അതൊക്കെ ഈ ചട്ടിയിൽ നട്ടതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അതാ സംഭവം റെഡി ആയി കിട്ടിയിരിക്കണം കേട്ടോ. ഇതാണ് ഇതിമത്തെ മുളക്, ഈ കാണുന്നത്, ഈ വൈലറ്റ് കളറുള്ള. ഇതിൽ കൂടെ കാണുമ്പോൾ കറുപ്പായിട്ടല്ലേ തോന്നണ്. അതാണ് മുളക്. പിന്നെ നട്ടങ്ങ പഴുക്കുമ്പോൾ കാണിക്കണം പറഞ്ഞേനു. അപ്പോൾ നട്ടങ്ങ അല്ല പൊത്തിന്നല്ലോ. പൊത്ത് ഇവിടെ വീണുകണ്. തൊട്ട് പഴുത്ത് കിട്ടിയിരിക്കണം നട്ടങ്ങ. അപ്പം നട്ടങ്ങ ഞാനിതാ പൊളിച്ച് കാണിച്ചു തരാം. എവിടെ ക്യാമറ? ഇതാ ഇതേ കണക്കിരിക്കും നട്ടങ്ങ. ഇതട്ടാ മഞ്ഞ കളറായിട്ട്. ഐസുക്കുട്ടിയാ ഇതെന്താണ്? ആപ്പിളോ? പടച്ചോനെ, ഇത് ആപ്പിളൊന്നും അല്ല എൻ്റെ പൊന്നാരൻ ഐസിയെ. അപ്പോൾ ഇതാണ് ഞട്ടങ്ങ നൊട്ടങ്ങ എന്നൊക്കെ പറയണ ആ സംഭവം. ഒരു കമൻറ്റ് കണ്ടീനു പൂത്തിട്ട് കാണിക്കണമെന്ന്. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതിമൊന്നും കൂടെ ഉണ്ട് കേട്ടോ. ഇത് പഴുത്ത് നിലത്തേക്ക് വീണീനു. ഇത് ഇനി ഇപ്പം ചാടും. ഇതും പോത്തുക്കണം അതേപോലെ തന്നെ. അല്ലെങ്കിൽ ഇതൊരു പച്ച കളറായിക്കാരം. പൂക്കാതിരിക്കുമ്പോൾ ഇതൊരു പച്ച കളറായിക്കാരം. ഇതിപ്പോൾ പഴുത്തോണ്ടാണ് എന്താന്നാവാൻ തീരെ ക്ലിയർ ഇട്ടണി അയിമക്ക്. അപ്പോൾ ഇതാണ് സംഭവം. ക്ലിയർ ഇട്ടാത്തതുകൊണ്ട് മക്കളെ ആ കുടുങ്ങിയിരിക്കണം. നല്ല മഞ്ഞ കളറാണ് കേട്ടോ. ഇത് എന്താന്നാവും അയിമക്ക് ക്ലിയർ ഇട്ടണി. അതാണ് ഇങ്ങനെയൊക്കെ. ക്യാമറ ആണ്ട് ഫോക്കസ് ആവണ ചെയ്യാം. ഇതാ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ തന്നെ ഞാൻ നൊട്ടങ്ങ നിൽക്കാണ്ട് ഉദ്ഘാടനം ചെയ്യാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല മധുരം കിട്ടതിന്, നല്ല പോത്തതുകൊണ്ട്. അപ്പം ഞാൻ ഇതും തിന്നാൻ പോവാ. ഇതും നല്ല മധുരമുണ്ട്. ഇതിനാച്ചാൽ അവിടെ കയറിയിട്ടിരിക്കണം. അവിടെ ഇരിക്കരുത് നമ്മ പറഞ്ഞില്ല എന്നോട്. ബർത്ത്ഡേ പോയി ആയിട്ട് രാവിലെ തന്നെ ചീത്തേക്കാൻ നിൽക്കുക. ഇറങ്ങ് വരുമ്പോൾ നീക്ക് പോഞ്ഞോ. ഇനി കോഴിക്കൂടുമേ കുറച്ച് പരിപാടി ഉണ്ട്. ഇതൊക്കെ കോഴിക്കാഷ്ടം എടുത്തതാണ്. അപ്പം ഈ കൂടിൻ്റെ കോലം കണ്ടില്ലേ? ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട്. അപ്പം ഞാനൊക്കെ അടിച്ചെടുത്തതാണ്. പിന്നെ ഒരു ദിവസം ഞാൻ ഇതേപോലെ കോഴി അപ്പിട്ട് എന്തോന്ന് കാണിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഓൻ്റെ അമ്മയും കൂടെ ഫുഡ് കഴിക്കുമ്പോഴേ ഇന്നത്ര വീഡിയോ കണ്ടിരുന്നത്. എടി ഇന്നെ കുറേ പറഞ്ഞിട്ടാ ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് മനുഷ്യനെ ഇതാക്കാൻ. അപ്പോൾ ഫുഡ് കഴിക്കണവരൊന്നും കാണാൻ നിൽക്കല്ലേ കേട്ടോ. ഇനി ഈ ടൈൽസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുറേ അയക്കണിട്ട്. അപ്പോൾ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അടുത്ത പരിപാടി അതാണ്. അപ്പോൾ ഇതിൻ്റെ അനിയത്തി 3-4 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഓളടുത്ത് പറഞ്ഞതാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി തരാൻ. ഓളിങ്ങനെ തുന്നു നന്നായിട്ട്. അപ്പോൾ ഞാൻ ഓളോട് എന്നോ സെറ്റാക്കിയതാണ്. അപ്പോൾ എന്നിട്ട് ഇന്നലെ രാത്രി പിടിച്ചാണ് ഇത് മുഴുവനാക്കിയത് കേട്ടോ. ഇതിന് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം.
അപ്പോൾ ഐസിൻ്റെ ഇതൊക്കെ ഷാസ് ഐസിൻ ബർത്ത്ഡേ ഫോർ ഹാപ്പി എല്ലാം എഴുതിയിട്ടുണ്ട്. രസം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ബർത്ത്ഡേ ബോയ് ഇവിടെ തുണിയും കഴിച്ചിട്ട് നടക്കണം കേട്ടോ. അവനെ മാറ്റലൊന്നും കഴിഞ്ഞിട്ട് ഞങ്ങളെ ചായയോടെയൊക്കെ കഴിഞ്ഞു. നോനെ മാറ്റിക്കണം. ഇതിൻ്റെ തോടാണ് കൂടെയാണിത്. എങ്ങനെയാണിത് ഇങ്ങനെ ഇക്കറിലാണ് ഇട്ടോട്. ഐസിന് 4 വീർപ്പിക്കണം. 4 ഇക്കറിയില്ല പതിരി നിങ്ങളായത് കൂടെയാണ് ആവോ. എവിടെ എടുക്കുന്നു മുന്നിൽ അതന്നെ കുട്ടിക്കറിയാലോ പിന്നെ. ഇതൊക്കെ കാറ്റ് പുറത്തേക്ക് തന്നെയാണോ വരുന്നത്? ഫുള്ളായില്ലേ? ഹൈസീനെ 4 കുടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ 4 വയസ്സ്. ഐസിനും ഞാനും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുൽസാത്താൻ്റെ സ്ഥിതിയാക്കാനും വരേക്ക് പോവാണ്. ഓലെ മുറ്റത്ത് നിന്ന് എടുക്കാൻ. നടക്ക് ഞാൻ പായു. അപ്പോൾ ഇതാണോ എൻ്റെ പുതിയ ഡ്രസ്സ്? കാണിച്ചു കൊടുക്കട്ടെ. അല്ല വേണം അവിടുന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഫോട്ടോ എടുക്കാണ് കേട്ടോ. എൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ വന്നാൽ അത് നല്ലപോലെ പിടിച്ചാടാ. അമ്മക്ക് പിരാന്ത് പിടിച്ചിട്ടാ നിൽക്കാൻ പറഞ്ഞ ആണ്ടിക്ക് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ കാട്ടാണോ അവനെ. ഫോട്ടോ എടുക്കാൻ വന്നിക്കാണ്ട് ഇങ്ങോട്ടാട്ടെ വന്നത് സിദ്ധിയാക്കാർക്ക്. ഇക്ക് തലക്ക് പിരാന്ത് പിടിച്ചാൽ അതോനൊന്നും നല്ലപോലെ നിൽക്കണില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പോവാണ്. എനിക്ക് തലവേദന ഇരിക്കണം. ഇങ്ങോട്ട് ശരിയാക്കുക പറഞ്ഞിട്ട് ഞാൻ മടുത്ത്. ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അത് ഇവളെ വകേൻ്റെ ഷൂവും ഇതൊക്കെ. ഇന്ന് കല്യാണം ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പം അങ്ങോട്ട് പോകണം ഇത് കഴിഞ്ഞിട്ട്. അപ്പം ഇനി ഉച്ചക്ക് കല്യാണത്തിനും പോവുകയാണ്. ഇനിയിപ്പോൾ ഇവനിത് ചളിയാക്കുമെന്നാവട്ടാ. അപ്പോൾ ഊരിട്ടിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഹൈസിനെ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി നടന്നിട്ടാണ് പോയത് കേട്ടോ. ഞങ്ങൾ പഠിച്ചതാണ് എപ്പംകുന്ന് മദ്രസയിൽ വെച്ചിട്ടേനു കല്യാണം. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ആതിരൻ്റെ വീട്ടിൽ ഞാൻ കയറിയിട്ട് ഈ ഒരു ചെടി വാങ്ങിയിട്ട് ഞാൻ പോകുമ്പോൾ തന്നെ ചെയ്യുന്നു. ഓളെ വീട് പോണ വഴിക്കാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.